സസ്പെൻസ്. ഈ കുപ്പുമാവുള്ള നിനക്ക് എന്താണ് തങ്ക ഇത് മനുഷ്യൻ തിന്ന് മടുത്ത് തിന്ന് നോക്കല്ലാതെ നീ ഉണ്ടാക്കിയ ഉപ്പുമാവല്ലേ അതല്ലേ ദിവസവും തിന്നോണ്ടിരിക്കുന്നത് പിന്നെ ഇന്നും ഉപ്പുമാവ് എന്റെ പൊന്നിത് എന്തൊരു ബഹളമാണ് രാവിലെ തന്നെ. പിന്നെ അല്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റതാ കഞ്ഞി വെക്കണം കറി വെക്കണം ഇങ്ങോട്ട് പോണതിന് മുമ്പേ ഉപ്പുമാവും കറി ഉണ്ടാക്കി കൊടുത്തു. എന്റെ ലില്ലി മോളെ ഇന്നലെ ഉപ്പുമാവ് മെനഞ്ഞാന്ന് ഉപ്പുമാവ് മെനഞ്ഞാന്ന് ഗോതമ്പിന്റെ ഉപ്പുമാവ് പറഞ്ഞു അത് പറ. അത് ഉപ്പുമാവ് തന്നല്ലോ അതിന് മുമ്പത്തെ ദിവസം വീണ്ടും ഉപ്പുമാവ് പുട്ട് വൈകുന്നേരം ഉപ്പുമാവായിരുന്നില്ലേ ഈ ഉപ്പുമാവ് എവക്ക ആരോ ഈ റവയില് നിനക്ക് റവയില് ചേട്ടാ 2 മിനിറ്റ് ഞാൻ ഇപ്പൊ ഒരു സാധനം ഇട്ട് വരാം. ഇരിക്കി എടുത്തോണ്ട് പോ നിന്റെ ഉപ്പുമാവ് കൊണ്ടേ എന്നിട്ട് വിഴുങ്ങ നീ ഇരുന്നു. ചേച്ചി ഇതാണ് മിൽമയുടെ ഗീ ഉപ്പുമ ഇൻസ്റ്റന്റ് നെയ്യ് ഉപ്പുമാവ്. സൂപ്പർ ചേച്ചി എന്തൊരു ടേസ്റ്റാന്നറിയോ. നീ തന്നെ മുതൽ മേടിച്ച് ഞാൻ വാങ്ങിച്ചതല്ല ഡാൻസ് ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ അമ്മ പറഞ്ഞേ അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്നെ അവരോട് പറഞ്ഞു ഒരെണ്ണം എനിക്ക് വാങ്ങിച്ചു തരാന്നപ്പോ എനിക്ക് 2 എണ്ണം വാങ്ങിച്ചു തന്നു. ഉണ്ടാക്കി നോക്കി ചേച്ചി എന്തൊരു ടേസ്റ്റാന്നറിയോ. എവിടെ നോക്കട്ടെ. ചേടാ ഇതെന്തിനകത്ത് 2 മിനിറ്റ് 2 മിനിറ്റ് മതിയോ? 2 മിനിറ്റ് മതി ഭയങ്കര സിമ്പിളാ. ഇതെങ്ങനെ ഉണ്ടാക്കും? 250 മില്ലി വെള്ളത്തിൽ പാകത്തിനുപ്പും ഈ പാക്കറ്റിൽ കൂടി കിട്ടുന്ന നെയ്യും ചേർക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മിൽമ ഗീ ഉപ്പുമാവ് മിക്സ് ചെയ്യുക. തീ കുറച്ച് 2 മിനിറ്റ് വേവിക്കുക. ഉപ്പുമാവ് റെഡി. ലില്ലി മോളെ നീ എന്താ പൊട്ടം കളിക്കുക ഒരുത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന ഉപ്പുമാവിനെ കുറച്ച് എന്തൊക്കെ മോഡിഫൈ ചെയ്ത് വേറെ എന്തൊക്കെ ആക്കി കൊണ്ടുവന്ന ഞാൻ ആ ഉപ്പുമാവ് കഴിക്കുന്ന തീറ്റച്ചാട്ട് നിന്ന് കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്ക്. എന്തിന് കഴിച്ചു നോക്ക്. ആ ഉപ്പുമാവ് തന്നെ അല്ലേ? അല്ല ഇത് കഴിക്കോ. എങ്ങനുണ്ട്? സൂപ്പർ അടിപൊളി. ഇതാണ് ഉപ്പുമാവ്. സൂപ്പർ ഉപ്പുമാവ്. അല്ല നീ ഉണ്ടാക്കണല്ല ഉപ്പുമാവ് അത് കുപ്പമാവ്. ഇങ്ങനെ വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ കേട്ടോ. ആണാ? അങ്ങനെയാണെങ്കിലേ മിൽമയുടെ ഇൻസ്റ്റന്റ് നെയ്യ് ഉപ്പുമാവ് മേടിച്ചു തന്ന ഇതുപോലത്തെ ഉപ്പുമാവ് ഞാനും ഉണ്ടാക്കി തരാം. എന്തായാലും മിൽമയുടെ കൈ ഉപ്പുമാവ് പൊടി എപ്പോ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ മതി. മക്കളെ ഇങ്ങനെ ഇരുന്നാ പോരെ എപ്പോഴും ഇങ്ങനെ വെച്ചോണ്ട് വീട്ടിലെ ജോലികളൊക്കെ കൂടെ ചെയ്യാൻ പഠിക്കണം കേട്ടാ. എനിക്കറിയാം അങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ. ഒരു വീട്ടിൽ ചെന്ന് ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കേണ്ടതാണ്. കല്യാണമൊക്കെ കഴിക്കണ്ടേ? കല്യാണം കഴിക്കണേ ജോലി അറിയണേ തമ്മിൽ എന്താ ബന്ധം? അയ്യോ ജോലി എനിക്കറിയാം അല്ലെങ്കിൽ കല്യാണം എന്തിനാ കഴിക്കണേ? കല്യാണം കഴിക്കുന്നത് ഈ ലോകത്തുള്ളവരെല്ലാം കല്യാണം കഴിക്കുന്നത് എന്താണ്? എന്തിനാ എനിക്കറിഞ്ഞൂടാ. എടി ഒരു കുടുംബം വേണ്ടേ? എന്തിനാ? പിന്നെ ബാധ്യതയാണ് അമ്മ. ആഹാ എല്ലാം ഉള്ള കാലം മൊത്തം അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇങ്ങനെ അപ്പൊ എപ്പോഴും കല്യാണം കഴിച്ച് നടക്കണം. എപ്പോഴും കല്യാണം കഴിച്ച് കിടക്കണമെന്ന് പറഞ്ഞാൽ എടി ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച് മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കണം. അച്ഛനും അമ്മയും ഒന്നും നോക്കിക്കൊണ്ടിരിക്കത്തില്ല. പറയുന്നതിന് അനുസരിച്ചാ മതി കേട്ടോ. കല്യാണം കഴിക്കും എടി ഇങ്ങനെ കല്യാണം കടുക്കോണ്ടങ്ങ് നടന്നിരിക്കണം. പോട്ടെ നീ നിന്റെ ജോലിക്ക് നീ നിന്റെ കാര്യം നോക്കുമല്ലോ. നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു സന്തോഷം. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ ഏട്ടനും ഉണ്ട്. മമ്മൂട്ടിയൊക്കെ ഇപ്പൊ പറഞ്ഞത്. അയ്യോ അവന്റെ അച്ഛനും ഒരുപാട് മെഡലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മെഡലൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്. മാമൻ അറിഞ്ഞോ? അറിഞ്ഞാണ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അത് സർപ്രൈസ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാമേ. ഇതെന്തുവാണ് പകല് കിടന്നുറങ്ങുന്നത്? ഒരുത്ത ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയ അവനൊന്നും അറിയണ്ടാവും. ഉറക്കം തന്നെ ഉറക്കം. എന്നെ ആരാണ്ട് തല്ലാൻ വരുന്ന റിസപ്റ്റം കണ്ടു. കൊള്ളാം. തല്ലാൻ വരാറുണ്ട്. അല്ല നിനക്ക് അടി കിട്ടണമായിരുന്നു. ഒരു സന്തോഷ വാർത്ത. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ ഏട്ടനും ഉണ്ട്. പൊളിക്കണം. 101 മെഴുകുതിരി ഞാൻ കൊടുക്കാനുള്ള മാതാവിന് വരും. കത്തിച്ചേക്കണം. പരിപാടി ഞാൻ പെൻഡിങ് ആക്കത്തില്ല.
മച്ചപ്പി ഇവിടെ വന്നോ? വന്നില്ല, ഇപ്പൊ മമ്മൂട്ടിക്കേ പറഞ്ഞത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പൈസ പായസമൊക്കെ ഉള്ള സെറ്റപ്പിനുള്ള സാധനം മേടിക്കാം. ആ മധുരം എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ മധുരം ഉണ്ടാക്കി കൊടുക്കണം. അത് നേട്ടം വിളിച്ചില്ലല്ലോ, വരുമ്പോ സർപ്രൈസ് ആയിട്ട് നമുക്ക് പൈസ കൊടുക്കാം. നിക്കാം, പൈസ എടുത്തിട്ടുണ്ട്. എന്നാലും അടിപൊളിയില്ല. പിന്നെ തങ്ക, എന്റെ മുണ്ടു ഷർട്ടും തേച്ചായിരുന്നാ? ഇല്ല ഇല്ല, ദേ എന്റെ കൈയൊന്നും ഇട്ടെ, പണി തീർന്നിട്ടില്ല, എന്നിട്ട് തേച്ചു തരാം. ഈ അടുക്കളയിൽ താജ്മഹൽ പണിയാണോ? എനിക്ക് വൈകിട്ട് മീറ്റിംഗ് ഉള്ളതാണ്. അത് വൈകിട്ടല്ലേ? എന്ത് നേരം എടുത്തത് അടുക്കളക്കകത്ത് തന്നെ നിന്റെ ജീവിതത്തിന്റെ പകുതി സമയം ചെലവാക്കണത്. എന്നാ ഇങ്ങോട്ട് വായിച്ചിട്ട് പാത്രം കഴിയുത്താ, അപ്പൊ എന്റെ പണി അത്ര ഒന്നുമല്ലോ. അല്ല, മുത്തവിടെ അവളെ കൊണ്ടെന്തെങ്കിലും ഇവിടെ അങ്ങോട്ട് ചെയ്യിപ്പിക്കും. അവളെ കൊണ്ട് പറ്റുന്ന പണി ചെയ്തിട്ട് ഇപ്പൊ അവൾ അങ്ങോട്ട് പോയത് അമ്മയുടെ അടുത്തോട്ട്. ആ, ചെയ്താ മതി. എവിടെയെങ്കിലും കഴിയുന്ന അവൻ്റെ കൂടെ ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞത്. കൊച്ചുങ്ങളെ ഈ പ്രായത്തിലൊക്കെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ എടുത്താൽ നല്ലത്. അല്ലെങ്കിൽ തന്നെ അത് ഇത് ചെയ്യാൻ നിന്റെ കൂടെ മുഴുവൻ ജോലി തീർന്നവരവിടെ നിൽക്കാൻ പറയണം. എന്താ വേണ്ട, വൈകുന്നേരത്തേക്ക് മുണ്ട് ഷർട്ട് അത് തേക്കണം, അത് തേച്ച് വെക്കണം. നിങ്ങൾക്ക് 2 കൈ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരു ജോലിയിൽ ഇരിക്കുവല്ലേ. ചേച്ചി എന്തേ? ചേച്ചി ഇങ്ങ് വന്നേ. എന്നാ ഒരു സന്തോഷ വാർത്ത. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ ഏട്ടനുണ്ട്. ആ, ഇപ്പൊ മമ്മൂട്ടിക്കാ പറഞ്ഞത്. എന്റെ ഈശ്വരാ, പാവം. അല്ലെങ്കിൽ അവൻ നല്ല മിടുക്കൻ അച്ഛനെ പോലെ. വിളിച്ചില്ലേ ചേച്ചി? സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കാന്ന് തോന്നുന്നു, വരുമ്പോ പറയാൻ. എന്തൊരു അത്ഭുതം നോക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കായിരുന്നു, ഇവൻ എന്തെങ്കിലും അംഗീകാരം കിട്ടുമോ അടുത്തെങ്ങാനും. അങ്ങനെ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ തോന്നുന്നു. ശരി ചേച്ചി, അമ്മാതിരി ഓട്ടമല്ലേ പാവം. എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. നാട്ടിലോട്ടൊക്കെ ഇറങ്ങിയ കനകൻ എന്ന് പറയുമ്പോ എന്തൊരു ഇഷ്ടം ആൾക്കാർക്ക്. കനകൻ സാറിന് പറഞ്ഞാ എത്തിക്കൂല ആൾക്കാര്. തീരച്ചേട്ടൻ എന്തോന്നും മിണ്ടാത്തത്? ഞാൻ മിണ്ടിയ ഈ കണക്ക് കൈവിട്ട് പോകും. ഓ പിന്നെ മാത്രമല്ല, ഇതൊക്കെ അത്ര സന്തോഷിക്കേണ്ട വലിയ സംഭവങ്ങളൊന്നും അല്ല. വലിയ സംഭവം അല്ലേ ഇത്? എന്തിതാ പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള മികവിന് അവാർഡ് തരാനായിട്ട് ഇവിടെയുള്ള ക്ലബ്ബുകൾ എൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ പിടികൊടുക്കാതെ നടക്കുകയാണ്. സത്യം. എത്ര അയ്യോ, അസൂയാന്ന് പറഞ്ഞാലുണ്ടല്ലോ, മുഖത്താ കണ്ണു നോക്കിയേ എഴുതി വെച്ചേക്കാണ്. എനിക്ക് അസൂയുണ്ട്. എനിക്ക് അസൂയ. പിന്നെ എനിക്കെന്താ ചേച്ചി അസൂയ ഒട്ടും ഇല്ല. ഇല്ല ആയിക്കോട്ടെ. നാണില്ലല്ലോ. ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോഴത്തേക്കും അത് നല്ലതാന്നല്ലേ പറഞ്ഞത്. അത് എനിക്ക് താല്പര്യമില്ലാന്ന്. എവിടെയെങ്കിലും അംഗീകാരം കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലും. ആ ആളാണ് പറഞ്ഞത്. ഞാനാ? നീ അന്വേഷിച്ച് നോക്ക്. പൂജപ്പുര, കുണ്ടാങ്കളവ്, അവിടെ പിന്നെ ഇലിപ്പോട്, ഇവിടെയുള്ള എല്ലാ സംഘടനകളും എന്റെ പറയാതെ എനിക്ക് പറ്റൂല, എനിക്ക് വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വെക്കല്ലേ. എന്തിനിങ്ങനെ നുണ പറയുന്നത്? ചേച്ചി ഒരു സന്തോഷം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ പറയണത് നോക്കൂ. ഒരു പായസം വെച്ചു കൊടുക്കാം നമുക്ക്. അച്ഛനെ വിട്ടിട്ടുണ്ട് സാധനം വാങ്ങിക്കാനായിട്ട്. ചേച്ചി അങ്ങോട്ട് വരണേ. ആ വരാം വരാം. പായസം കുടിക്കാൻ വരുമോ അങ്ങോട്ട്? എനിക്ക് വേണ്ട. നുണ പറഞ്ഞോളാം നേരം വെളുക്കെ. ആ കള്ളക്കണക്ക് എഴുതി കയറ്റി. ആ ഞാനേ തേച്ച് തരുന്നില്ല നിങ്ങൾക്ക് കേട്ടോ. വേണ്ട, തന്നെ തന്നെ തേച്ചിട്ടുണ്ട് പോയാൽ മതി. ഞാൻ തേച്ചോളാം, എനിക്കറിയാം. നീ തേച്ച ചിലപ്പോ അതിനെ കത്തിച്ചോളാം, എനിക്കറിയാം. കത്തിക്കും. സ്വഭാവം അങ്ങനെയാണ്. കണക്കും തെറ്റിച്ചു. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. മാമി ഒന്നും അങ്ങോട്ട് വിളിക്കാനുണ്ടായിരുന്നു അല്ലേ അമ്മ? മാമിയെ മാമനെ വിളിച്ചിട്ട് എന്ത് അപ്പൊ പറയോന്ന് നോക്കായിരുന്നു. ഇതുവരെ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ട്. ഇതുവരെ വിളിക്കാത്ത എന്തിനാ? ഇവിടെ വരുമ്പോഴത്തേക്ക് ഏട്ടന് സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടിട്ടാ. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പൊളിക്കണോ സർപ്രൈസ്? നമുക്ക് പൊട്ടിക്കാം. ആ അങ്ങനെ വേണ്ടല്ലോ. ഞാൻ എപ്പോഴും വിളിച്ച് പറയാനല്ലേ. നേരിട്ട് പറയുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിട്ടാ. അതെ വരുന്നുണ്ടേ. ഈ പണി നിർത്തിയതല്ലേ, ചുമ്മാ ആവശ്യമില്ല. നമ്മള് രാപകലാർന്ന് കഷ്ടപ്പെട്ടിട്ട് അതിനൊരു ഫലമില്ല. ബയ്യമ്മ ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാതെ നമ്മള് രാജിവെക്കേട്ടാ. രാജിവെക്കണം. പിന്നെ അല്ല എന്തിനാ നമ്മൾ കൊണ്ടു നടക്കുന്നത്? തൽക്കാലം മെഡലും കൂടെ മേടിച്ചിട്ട് അങ്ങ് രാജിവെക്കുന്നതാ. കൺഗ്രാറ്റുലേഷൻ. ഞങ്ങൾ അറിഞ്ഞ് അമ്മ അറിഞ്ഞായിരുന്നാ? എല്ലാവരും അറിഞ്ഞിനി. മമ്മൂട്ടിക്ക പറഞ്ഞു എന്നോട്. ചെന്നപ്പോ എന്നോട് പറഞ്ഞ്, ഞാൻ വന്ന് എല്ലാരോടും പറഞ്ഞ്. നമ്മള് നോക്കിയിരിക്കായിരുന്നു മാമൻ വിളിക്കാത്തോണ്ട്. എന്നിട്ട് ഞാൻ സർപ്രൈസ് വെച്ചിരുന്നില്ലേ? ഇയാൾ വിളിച്ച് പറഞ്ഞ അറിഞ്ഞാ? ഞങ്ങൾക്ക് അപ്പഴേ മനസ്സിലായി ഏട്ടാ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കാന്ന്. സന്തോഷമായി.
ഞാൻ ആ നിമിഷം നിന്റെ അച്ഛൻ ഓർത്തു പോയടാ. ദേ കരയണ, ചുമ്മാ കരയിപ്പിക്കല്ലേ. അമ്മ, അച്ഛനെ എന്നും ഓർക്കാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ എനിക്ക് ഈ ജോലി ദാനമായിട്ട് തന്നത്. രണ്ടുപേരും കൂടെ കരയല്ലേ? അതെ, നല്ലൊരു ദിവസമായിട്ട് കരയാനല്ലേ, സന്തോഷല്ലേ അവൾക്ക് പറഞ്ഞ എല്ലാവരുടെ അടുത്തും പറയാം. ഞാൻ ആരുടെ പോയി പറയും. എന്റെ പൊന്നോ, എത്ര നേരമായിട്ട് പോയ മനുഷ്യനാന്നറിയോ? വരുന്ന വരവ് നോക്ക്. ഓ, അവര് പറഞ്ഞല്ലേ നീ ലോകത്തറിയ കാര്യമില്ലേ. വന്നല്ലോ. അങ്ങനെ നിസ്സാരമായിട്ട് പായസം നിർത്താൻ പറ്റത്തില്ല. അയ്യോ, നല്ല ചെലവ് ചെയ്തേ പറ്റൂ. ഏട്ടൻ വരുമ്പം പായസം വെച്ച് വെക്കാനിരുന്നതാ. ഇപ്പഴാ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ ദേ ബാക്കി പൈസക്ക് ലഡു മേടിച്ചിട്ടുണ്ട്, അത് വിതരണം ചെയ്യാലോ. അതെന്തായാലും നന്നായി. ഹോട്ടലിൽ കൊടുത്തില്ലല്ലോ, നിങ്ങതാ. മച്ചമ്പി അറിഞ്ഞോ, കനമച്ചമ്പിക്ക് വിശിഷ്ട വ്യക്തിക്കുള്ള സേവാ മെഡൽ കിട്ടി അല്ലേ? വിശിഷ്ട സേവനത്തിലുള്ള ആ, അതിനുള്ള ആ, ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ആ, എന്ത് വലിയ സംഭവം എന്ന് പറയണേ. എടേ, ഇത് നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് അടുക്കളപ്പണിയും അടിമപ്പണിയും ചെയ്ത് അവരെ പട്ടിയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനും വലിയ അവാർഡൊക്കെ കിട്ടും. ഇതൊന്നും വലിയ കാര്യമില്ലടേ. അല്ലയാ, ഈ അപ്പുക്കുട്ടസാറിന്റെ വീട്ടിൽ പോയി വീട്ടു ജോലിയും ചെയ്ത് അവിടുത്തെ പട്ടിയെ കുളിപ്പിച്ചാൽ നിനക്ക് എന്തെങ്കിലും കിട്ടൂലായിരുന്നാടാ? താല്പര്യമില്ലടേ, താല്പര്യമില്ല എനിക്ക്. ആരുമില്ലടാ, ആരും. ഓ, വേണ്ടടേ, തന്നാലും വേണ്ട എനിക്ക്. താല്പര്യമില്ലടേ, താല്പര്യമില്ല. താല്പര്യം ആരും തരുന്നില്ലല്ലോ എനക്ക്. ചെല്ലേട്ട. വാ, പായസം വെക്കാം. ക്ലീറ്റോ സാറേ, ക്ലീറ്റോ സാറേ. ആരാണ്? പൂജപ്പുര പൗരസമിതിയുടെ ആൾക്കാരാണ് ഞങ്ങള്. ആ ക്ലീറ്റോ ഇല്ല, പോയി. സാറ് വേണ്ട, ചേച്ചി മതി. എന്തായിരുന്നു? നമ്മുടെ ക്ലബിന്റെ വാർഷികത്തിന് പൊതുപ്രവർത്തനത്തിന് നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കണമെന്നുണ്ട്. ക്ലീറ്റോ ചേട്ടനെയാ? അതെ. അയ്യോ, പക്ഷേ ക്ലീറ്റോയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ലാന്ന് ഇന്ന് രാവിലെയും കൂടി പറഞ്ഞു. കുഴപ്പമില്ല, ചേച്ചി ഒന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊണ്ടേ പറയാണ്. ആണോ? ഓ, ഞങ്ങളുടെ എതിർ ടീം സാറിനെ ആദരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പേ നമുക്ക് തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി ഒന്ന് പറഞ്ഞ് ശരിയാക്കി തന്നാ കൊള്ളാം. നിങ്ങക്ക് പറയായിരുന്നില്ലേ? ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊണ്ട് പറയാണ്. അപ്പോഴും ക്ലീറ്റോ ചേട്ടൻ സമ്മതിച്ചില്ലേ? അയ്യോ, ഞാൻ പറയാം കേട്ടോ. പറയാം. ഞങ്ങൾ പിന്നെ എന്നാ ശരിയാ. ചേച്ചിക്കല്ലേ ക്ലീറ്റോ ചേട്ടന് ഒട്ടും വിലയില്ലാത്തത്? കണ്ട അവര് പറഞ്ഞിട്ട് പോയത്. കഴിഞ്ഞ കൊല്ലം മുതലേ ചോദിക്കണതാന്ന്. അപ്പൊ ക്ലീറ്റോ പറഞ്ഞ ശരിയാ. ആ, ഞാൻ വിചാരിച്ച അവനുള്ള വാസുകയും കൊണ്ട് പറയണ. പിന്നെ അവര് പറഞ്ഞിട്ടാ ക്ലീറ്റോ സാർ തേന് വിളിക്കും ക്ലീറ്റോ സാറിന്ന് വിളിക്കുമ്പോ. സമ്മതിച്ചാ മതിയായിരുന്നു. എന്തല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പക്ഷെ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ക്ലീറ്റോ പറഞ്ഞു എൻ്റെ പൊതുജീവിതത്തിന് അങ്ങനെ അംഗീകരിക്കണതൊന്നും എനിക്കിഷ്ടമല്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അന്നേരം നിനക്കും തോന്നിയില്ലേ ഇവനോടുള്ള കുശുമ്പ് കൊണ്ടോ അസൂയ കൊണ്ടോ പറയണെന്ന് വിചാരിച്ച് ഞാൻ കുറെ വഴക്കും പറഞ്ഞു പാവത്തിന്. അത് കഴിഞ്ഞ് ആ ക്ലബിന്റെ ആൾക്കാർ വന്നപ്പോഴല്ലേ കാര്യം അറിയണത് ക്ലീറ്റോന് ശരിക്കും ഇഷ്ടമല്ല. എന്ത് സ്വഭാവമാണല്ലേ. അല്ല, അവര് പറഞ്ഞു കേട്ടില്ലേ, കഴിഞ്ഞ വർഷം വിളിച്ചതാന്ന് അനുമോദിക്കാനായിട്ട്, അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞു. ഓരോ ആൾക്കാരുടെ നേച്ചറാണ്. ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു അവസരം തേടി വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അംഗീകാരം തേടി വന്നിട്ട് അത് പോയി മേടിക്കാന്നുള്ളതാണ് മര്യാദ. പക്ഷെ എന്നിട്ടും ക്ലീറ്റോന് അത് ഇഷ്ടമല്ല. അത് എന്താന്നാവോ അല്ലേ? അതെന്താന്ന് പറയാ, ചേർക്ക് ഇങ്ങനെ ഈ സേവിക്കാതെ തന്നെയല്ലേ. എനിക്കെന്തായാലും സന്തോഷമായി. എൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോനും മരുമോനും ഒക്കെ അംഗീകാരം ലഭിക്കുമെന്നറിയാൻ കഴിഞ്ഞല്ലോ. അതിന് അമ്മ ഉടനെ തന്നെ മരിക്കാൻ പോവാണോ? അമ്മേനെ എന്തോരോ ഇരിക്കുന്നു ഇങ്ങനെ. ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യം, 4 പേര് കൂടുന്നിടത്ത് 4 ആളറിയാൻ താല്പര്യമുള്ള ഒരു രക്ഷയാണ് ക്ലീറ്റോ മച്ചമ്പി. അങ്ങനെ ഒരാൾ ഈ അനുമോദനത്തിൽ താല്പര്യമില്ല എന്ന് പറയാ, ക്ലബ്ബുകാർ വരിക, എന്തോ ഒരു ഉടായി പോന്നിട്ടുണ്ട്. നിനക്കിപ്പോ നിന്റെ കുഴപ്പമാണ്, അവന് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. നീ എല്ലാം ഇടപെടേണ്ട കാര്യമില്ല. നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. അവനത് ഇഷ്ടമല്ല, ആരും സന്തോഷിച്ചോണ്ടിരിക്കണത് ഇഷ്ടമല്ല. ഇല്ല ഇല്ല, ഞാൻ നിർത്തി, ഞാൻ പോയേക്കാം. പോയി. പക്ഷെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാനും വിചാരിച്ചു പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാ, പത്രത്തിൽ ഫോട്ടോ ഒക്കെ വന്നാണ്ടാ അതെടുത്തു വെച്ച് എല്ലാരും കാണിക്കും. പക്ഷെ പിന്നീട് ക്ലീറ്റോന് മനസ്സിലായി അതല്ല വലിയ കാര്യമില്ലാന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു ക്ലീറ്റോനോട് ഇപ്പൊ എന്താ താല്പര്യമില്ലാത്തേന്ന്. എന്തോ എനിക്കിപ്പോ അതല്ല ഇഷ്ടം. സേവിക്കുക, നാട്ടുകാരെ സഹായിക്കുക, ഇതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം. ആണ്ട് വരുന്നു. വാ, ഇരിക്കുന്നോ? എന്നെ അങ്ങ് ഇരുത്താൻ നോക്കണ്ട.
എൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ചോദിക്കണം. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. എന്താ ആ പൂജപ്പുര എന്ന ക്ലബിൻ്റെ ആൾക്കാരോട് നീ എന്താ പറഞ്ഞ? എന്നോട് സംസാരിക്കാന്ന് പറഞ്ഞു. എന്റെ ക്ലീറ്റ, നിങ്ങൾ എന്റെ കെട്ടിയോനല്ല. അവര് വന്ന് നിർബന്ധിച്ച ഞാൻ പിന്നെ എന്ത് പറയില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നത്? ഒന്നാമത് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ അത് പങ്കെടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്തോ ക്ലീറ്റോ ചേട്ടാ, നല്ല കാര്യമല്ലേ ഇത്? എന്ത് നല്ല ലിലി മോളെ, അതൊക്കെ ആയിരുന്നു ഒരു സമയത്ത്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നമുക്കൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഗമ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കണ്ണി കണ്ട ഈ പറഞ്ഞ തുമ്മണേനും തുപ്പണേനും ഒക്കെ അവാർഡ് വാരി കൊടുത്താൽ അതിന്റെ മഹത്വം പോയി. നിന്നെ തേടി വന്നൊരു സൗഭാഗ്യമാണെങ്കിൽ തട്ടിക്കളായിരിക്കുന്നതല്ലേ നല്ലത്. ഇല്ല, നിനക്കിതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. എനിക്കിതൊന്നും ഒരു പുതുമയില്ല. ഇങ്ങനെ ഈ അവാർഡ് മാറ്റം നടക്കാനാണെങ്കിൽ എൻ്റെ ഇത്രയും വർഷം അതിനുവേണ്ടി ഞാൻ മാറ്റി വെക്കേണ്ടതിനാണ്. പക്ഷെ അതല്ല അമ്മ, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. കേട്ടാ, നീ ഇമാതിരി കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിച്ചിട്ട് നീ തീരുമാനിച്ചാൽ മതി. ചേച്ചി കണ്ട എന്നിട്ട് അല്ലേ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാൻ നോക്ക്. കേക്കൂല. വാ, നീ പറഞ്ഞാ കേക്കും. പറ. നടക്കൂല. ഞാൻ നടക്കും. ചെല്ലു പോ. എന്തൊരു കഷ്ടമാണ്. പക്ഷെ എന്റെ പൊന്നെ, ഇതൊന്നും ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ. പിന്നെ വേറൊരു കാര്യമുണ്ട് ചേച്ചി, ഏട്ടനീ മെഡൽ കിട്ടിയില്ലേ, സൂഫിയുടെ മുഖം ഒന്ന് കാണായിരുന്നു മമ്മൂട്ടിക്ക് അത് പറഞ്ഞപ്പോ. നല്ല കുശുമ്പുണ്ട്. ഓ, അല്ലെങ്കിൽ ഇപ്പൊ മമ്മൂട്ടിക്ക് കിട്ടാൻ പോവാ. ഒരു മനുഷ്യനെ കണ്ട ചിരിക്കുവോ? സത്യം. ബുദ്ധ് ഇങ്ങനെ ഇരിക്കും. ഏട്ടനാണെങ്കിൽ എല്ലാവരുടെ അടുത്തും എന്ത് പിന്നെ ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്ന അവൻ അതുപോലെ ഇടപെടുന്ന രീതിയും കൂടെ ഉണ്ട് ചേച്ചി. അവരെല്ലാം നോക്കുവേ. എന്നിട്ട് അവര് എന്തിയെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളല്ലാതെ എന്നെ ആട്ടി ഓടിച്ചു. ഈ അനുമോദന ചടങ്ങ് ക്ലീറ്റോ മച്ചാമ്മയുടെ ഉടായ്പാണ് 100%. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു ഇത് പറഞ്ഞോണ്ട് നടക്കരുത്. ഒരു കണക്കിന് ക്ലീറ്റോനെ ആ മുത്ത് ഞാനും കൂടി സമ്മതിപ്പിച്ചത്. ക്ലീറ്റോ മച്ചാമ്മ പോകാൻ സമ്മതിച്ചോ? അപ്പൊ തന്നെ ചിന്തിച്ചൂടെ ഇത് ഉടായ്പാന്ന്? അല്ല, ഇതുവരെ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ തയ്യാറാകുന്നത്. ഇന്നലെ ശരിക്കും ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയായിരുന്നു. അതിന്റെ ബാക്കി ഞാൻ വാങ്ങിച്ചു തരുന്നു, ഉറപ്പ്. സത്യാവസ്ഥ മനസ്സിലാകുമ്പോഴേ വരും ഉടായ്പ കൊണ്ട്. സത്യാവസ്ഥ ഇവിടെ എല്ലാം ഓരോ വിധമാണല്ലോ ദൈവമേ. എന്നിട്ട് എന്താ പറഞ്ഞിട്ട് അവളെന്താ പറഞ്ഞ? അല്ല, ഇത് മമ്മൂട്ടിക്കാണല്ലോ എന്നോട് പറഞ്ഞത്. പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ സോഫി കിട്ടിയില്ലല്ലോ, പുള്ളിക്ക് കിട്ടിയില്ലല്ലോ. അതിന്റെ ഒരു എല്ലാം ഉണ്ട് ആ മുഖത്ത്. ഞാൻ പിന്നെ കേട്ട പാടി സന്തോഷത്തിൽ ഞാൻ ഇങ്ങോട്ട് ഓടി. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഞാൻ ചെല്ലണുണ്ട്. എന്തിനാ വെറുതെ നമ്മളിവിടെ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. അയ്യോ, നല്ല മമ്മൂട്ടിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തേ കേട്ടാ. ഈ മോട്ടർ കേടാകുമ്പോ മാത്രം ഇതിനകത്തോട്ട് വന്ന് എത്തി നോക്കിയാ പോരാ. ഞാൻ ഇറങ്ങുന്ന വീഴാനാന്ന് ആര് പറഞ്ഞു? ഞാൻ ഇറങ്ങി തേവി കൊടങ്ങാളെ ആ 18 തൊട്ടിയുള്ള ഞാനല്ലേ ഇറങ്ങിക്കൊണ്ടിരുന്നു. പണ്ടെങ്ങാണ്ട് ചേച്ചി, ഞാൻ തന്നല്ലേ വളർന്നിപ്പോഴാ, ഞാൻ ചത്തിട്ടില്ലല്ലോ. ഞാൻ വിളിച്ചിട്ടുണ്ട്, പ്രസന്ന വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസന്നം വരും. മോട്ടർ ശരിയാക്കണം. മോട്ടർ ശരിയാക്കി ഇപ്രാവശ്യം ഇറച്ചിട്ടേ പോളൂ. എന്ത് എന്നാ മതി, വെള്ളത്തെ വിട്ടേ പോളുന്നു. പൂജപ്പുര പൗരസമിതിയുടെ ആൾക്കാരാ ഞങ്ങള്. അച്ഛാ, ക്ലബ്ബുകാര്. ഏട്ടാ, ക്ലീറ്റോ ചേട്ടൻ അനുമോദിക്കുന്നില്ല. 5000 രൂപ സംഭാവന തരാന്ന് പറഞ്ഞു. ക്ലീറ്റോ സാറ് പൊന്നാടയും ട്രോഫിയും മേടിക്കാനുള്ളത് പൈസയും തരാന്ന് പറഞ്ഞു. സാറിന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നത്. ഞങ്ങള് നോട്ടീസിൽ സാറിന്റെ പേരും വെച്ചു പോയി. അതുകൊണ്ട് നമുക്ക് വേറെ മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ആദരിക്കാൻ വേറെ 2-3 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലീറ്റോ സാർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ക്ലീറ്റോ സാറിനെ തന്നെ വെച്ചത്. എന്താ മനസ്സിലായില്ല? ആദരിക്കുന്നത് നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളല്ലേ അത് ചെയ്യുന്നത്. സാറ് വന്ന് ഇങ്ങോട്ട് പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്ലീറ്റോ ഇപ്പൊ അങ്ങോട്ട് കണ്ടോ? ക്ലീറ്റോ നിങ്ങളൊന്ന് കണ്ടോ? ക്ലീറ്റോ സാർ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ട് ക്ലീറ്റോ സാർ എന്നെ പൊന്നാട ഇതെല്ലാം വാങ്ങിച്ചു തരാം, മന്ത്രിയുടെ ഫ്രണ്ടിൽ വെച്ച് ക്ലീറ്റോ സാറിനെ ഇടണമെന്ന് ക്ലീറ്റോ സാർ നിർബന്ധിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടുപോയത്. ഇപ്പൊ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം വെച്ചിരിക്കുക. നമ്മളാകെ പെട്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. ഈ പൊന്നാട വാങ്ങാനുള്ളയും ട്രോഫി വാങ്ങാനുള്ള പൈസ ഞാൻ തരാം. ഈ മറ്റേ 5000 രൂപ അവൻ്റെ തന്നെ മേടിക്കണം. അവൻ പാർട്ടി ഓഫീസിൽ കാണും. ഞാൻ ഈ പൈസ എന്ന കാര്യം അവനോട് പറയണ്ട. ഇല്ല. സഹോദരിയും ഭാര്യയും മകളും ഇങ്ങോട്ടും ശ്രദ്ധിക്കും. ഇതിനകത്ത് ഉടായിപ്പുണ്ടെന്ന് ഞാൻ കോരം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? എനിക്ക് തലയ്ക്ക് വെളിവില്ലെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പറ. ഹലോ,
ഇനി ഇവിടെ 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 നോക്കാം. അവിടെ പാഴയിലട മണ്ടലല്ല. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അതിനകത്ത് വസ്തുതകൾ മനസ്സിലായി. അനുമോദനം ഇഷ്ടമില്ലെന്ന് പറയുന്നു, അനുമോദിക്കാൻ ആള് വരുന്നു, പോകുന്നില്ലെന്ന് പറയുന്നു. പക്ക ഉടായിപ്പ്. നാണക്കേടല്ലേ അങ്ങോട്ട് മേടിച്ചു കൊടുത്തിട്ട് ഇടുവന്ന. ചേച്ചി ഇതിൻ്റെ അകത്ത് അങ്ങനെ ചാടിച്ച് ആവാം നമുക്ക്. ഈ ക്ലിറ്റോച്ചന്റെ ഭാര്യയും പെങ്ങളോട്ടൊക്കെ ഇരിക്കണം തന്നെ അപമാനമാണ്. ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുരുകും. പ്രിയപ്പെട്ടവരെ, പൂജപ്പുര ക്ലബിന്റെ അനുമോദനങ്ങളും ട്രോഫിയും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ട നേതാവ് ക്ലീറ്റസ് ഫത്തായി വീട്ടുവാതിൽക്കൽ പച്ച മഞ്ഞ കളർ ഓട്ടോയിൽ എത്തിയിരിക്കുകയാണ്. രസമുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മമ്മന്റെ പൊന്നാട എന്താ പരിപാടി? മന്ത്രി ശിവൻകുട്ടി സാറാണ് എനിക്കിത് തന്നത്. എനിക്കിത് തന്നപ്പോ പൂജപ്പുര മൈതാനത്ത് കരഘോഷത്തിന്റെ ഒരു ആരവം എന്ന് തന്നെ പറയായിരുന്നു. അയ്യോ ഭയങ്കരമായിരുന്നു. വരണമായിരുന്നു നിങ്ങളൊക്കെ. അടുത്തതിന് വരാം. അതെ, പിന്നെ എനിക്കിതിനൊന്നും താല്പര്യം ഇല്ലാത്തോണ്ടാ. അമ്മേ, ഇതിന്റെയൊക്കെ വില എന്താണെന്നറിയോ? പിന്നെ അതിന്റെ വില ഇവന്റെ കൃത്യമായിട്ട് അറിയാം. അവന്റെ പോക്കറ്റിൽ അതിന്റെ ബില്ല് കിടപ്പുണ്ട് വാങ്ങിച്ചതിന്റെ. എടുത്ത് കൊടുക്കേട്ടാ. ക്ലബ്ബുകാരെ ഇവിടെ വന്നായിരുന്നു. ഈ അനുമോദനം സെറ്റപ്പ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. കാശ് കൊടുത്ത് മേടിച്ചത്. അളിയ, ഒരാളത്തിന് ഉപഹാരം വരുന്നത് എങ്ങനെ അറിയാമോ? ഒരാളുടെ കഠിനാധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമാണ്. അർഹതയുള്ളവനെ തേടി വരും അംഗീകാരം. അല്ലാതെ നമ്മുടെ മേലധികാരികൾ വീട്ടിൽ ജോലി ചെയ്തിട്ടോ പട്ടിയെ കുളിപ്പിച്ചിട്ടോ നേടുന്ന എല്ലാ ഉപഹാരങ്ങളും അംഗീകാരങ്ങളൊക്കെ. വെച്ചോ, ഓൾ ദ ബെസ്റ്റ്.